സർ, ആഗോളതലത്തിൽ തന്നെ പൊതുജനാരോഗ്യ സംവിധാനത്തിന് മുന്നിൽ ഉയർന്നു നിന്നിരുന്ന ഒരു ചോദ്യമായിരുന്നു സർ, എങ്ങനെയാണ് ആളുകളെ ക്യാൻസർ പ്രതിരോധത്തിന്റെ ഭാഗമായി ക്യാൻസർ സ്ക്രീനിങ്ങിലേക്ക് എത്തിക്കുന്നത്? കാരണം എല്ലാവർക്കും അറിയാം, ഏർലി ഡയഗ്നോസിസ്, വളരെ നേരത്തെ തന്നെ ക്യാൻസർ കണ്ടെത്തുന്നത് ക്യാൻസർ രോഗ ചികിത്സയിൽ വളരെ നിർണായകമാണ് എന്നുള്ളത് അറിയാം. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സർ, നമുക്ക് ഓരോ വർഷവും 65,000-ന് മുകളിൽ പുതിയ കേസസ് ഓരോ വർഷവും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ക്യാൻസർ ഡേറ്റ രജിസ്ട്രി ആരംഭിച്ചിരുന്നു സർ. ഓരോ ജില്ലയിലും നമ്മൾ ക്യാൻസർ ഗ്രിഡ് ആരംഭിച്ചിരുന്നു. ഓരോ ജില്ലയിലും ക്യാൻസർ കൺട്രോൾ കമ്മിറ്റികളുടെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. നവകേരള കർമ്മ പദ്ധതി 2ന്റെ ഭാഗമായി ആർദ്ര മിഷനിലൂടെ 10 കാര്യങ്ങൾ നമ്മൾ ലക്ഷ്യം വെച്ചതിൽ അതിൽ ഒന്ന് ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണവും മറ്റൊന്ന് ക്യാൻസർ രോഗ നിയന്ത്രണവുമായിരുന്നു സർ. ഈ മാസം ഇവിടെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഈ സഭയിൽ സൂചിപ്പിക്കുകയുണ്ടായി, ബഹുമാനപ്പെട്ട കായംകുളം MLA ഉൾപ്പെടെ പറയുകയുണ്ടായി സർ. ഫെബ്രുവരി മാസം 4-ാം തീയതി ലോക ക്യാൻസർ ദിനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 12 മാസം നീണ്ടു നിൽക്കുന്ന അതിബൃഹത്തായിട്ടുള്ള ഒരു ജനകീയ ക്യാമ്പയിന് സംസ്ഥാനത്ത് തുടക്കമിട്ടു സർ. ഈ 12 മാസത്തിൽ ആദ്യത്തെ 1 മാസം സ്ത്രീകൾക്ക് വേണ്ടി സമർപ്പിച്ചിരുന്നു സർ. കാരണം നമുക്ക് വിദ്യാഭ്യാസത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്നവരാണ്, ആരോഗ്യ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്നവരാണ്. പക്ഷേ ക്യാൻസർ കണ്ടുപിടിക്കുമ്പോൾ പലപ്പോഴും കേരളത്തിൽ 3-ാമത്തെയും 4-ാമത്തെയും ഫേസ് എത്തപ്പെടുമായിരുന്നു സർ. ക്യാൻസർ മൂലമുള്ള മരണം കുറയ്ക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ ജനകീയ ക്യാമ്പയിൻ ആദ്യത്തെ 1 മാസം പിന്നിടുമ്പോൾ സർ, കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് ഞാൻ നന്ദി പറയുന്നു സർ. 12,97,000 വനിതകൾ ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയമായി എന്നുള്ളത് ലോക ആരോഗ്യ ചരിത്രത്തിൽ തന്നെ സർ ഒരു റെക്കോർഡാണ് എന്നുള്ളത് പ്രത്യേകം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു സർ. 103 പുതിയ കേസസ് ആണ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു ക്യാമ്പയിൻ അവസാനിച്ചു എന്ന് പറയാൻ കഴിയില്ല. കാരണം സർ, അടുത്ത 11 മാസവും പുരുഷന്മാർക്കും അതോടൊപ്പം ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ഉള്ളവർക്കും എല്ലാം തന്നെ ഈ സ്ക്രീനിങ്ങിന് അവർ വിധേയമാകണം എന്നുള്ളതാണ് സർ അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ 103 കേസസ് പുതുതായിട്ട് കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ അവരിൽ പലരും വളരെ പ്രിലിമിനറി സ്റ്റേജിലാണ് സർ. മാത്രമല്ല, ഒരു പക്ഷേ ക്യാമ്പയിൻ ഇല്ലായിരുന്നുവെങ്കിൽ അവർ ക്യാൻസർ രോഗമുണ്ട് എന്ന് പോലും കണ്ടുപിടിക്കാതെ നമുക്കിടയിൽ ജീവിക്കുമായിരുന്നു സർ. അതുകൊണ്ട് ഈ അവസരത്തിൽ ഈ നിയമസഭയുടെ മുൻപാകെ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നുള്ള ഈ ജനകീയ ക്യാമ്പയിന് ഭൂരിപക്ഷം മിക്കവാറും എല്ലാ MLA-മാരും അതിന് നേതൃത്വം വഹിക്കുന്നുണ്ട്. 140 നിയോജക മണ്ഡലങ്ങളിലും ഇനി വരുന്ന ദിവസങ്ങളിലും ഈ ക്യാമ്പയിന് നേതൃത്വം വഹിക്കണം എന്നുള്ളത് അഭ്യർത്ഥിക്കുകയാണ് സർ.